എസ് തോമസ് സംസാരിക്കുന്നു. അമേരിക്കയിൽ നടന്നൊരു സംഭവമാണ്. ജിമ്മി എന്നു പേരുള്ള അമേരിക്കൻ നേവിയിലെ ഒരു സാധാരണ ഉദ്യോഗസ്ഥൻ തന്റെ ആദ്യഘട്ട കാലാവധി കഴിഞ്ഞപ്പോൾ ചെറിയൊരു പ്രൊമോഷനോടെയുള്ള ഉദ്യോഗ തുടർച്ചയ്ക്കായി അപേക്ഷ കൊടുത്തു. ലളിതമായ ആദ്യഘട്ട പരീക്ഷകളെല്ലാം പാസ്സായി ഒടുവിൽ ഇന്റർവ്യൂവിന് ക്ഷണിക്കപ്പെട്ടു. നേവിക്ക് വേണ്ടി ഇന്റർവ്യൂ ചെയ്യാൻ നിയോഗിക്കപ്പെട്ടത് അഡ്മിറൽ റിക്കോവർ ആയിരുന്നു. രണ്ട് ചോദ്യങ്ങൾ മാത്രമേ ജിമ്മിക്ക് നേരിടേണ്ടി വന്നുള്ളൂ. കാരണം അതോടെ ആ ഇന്റർവ്യൂ നാടകീയമായി അവസാനിച്ചു. അതിൽ രണ്ടാമത്തെ ചോദ്യം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ജിമ്മി പിന്നീട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: ജിമ്മി, ഡിഡ് യു ഡു യുവർ ബെസ്റ്റ്? നിങ്ങളുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചുവോ എന്നാണ് ഒറ്റ നോട്ടത്തിൽ അതിനർത്ഥമെങ്കിലും അതിന്റെ യഥാർത്ഥവും പൂർണ്ണവുമായ അർത്ഥം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ നിങ്ങളുടെ സ്വന്തം ജീവിത ലക്ഷ്യങ്ങളും സാമ്പത്തിക ലക്ഷ്യങ്ങളും എല്ലാം നേടുവാൻ വേണ്ടി നിങ്ങൾക്കുള്ള കഴിവുകളുടെ പരമാവധി നിങ്ങൾ പരിശ്രമിച്ചുവോ എന്നാണ് ആ ചോദ്യം. ജിമ്മിയുടെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുൻപ് ഇപ്പോൾ ഈ വോയിസ് കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും, ഇപ്പോൾ ഇത് കേൾക്കുന്ന അങ്ങയോട് അതേ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു: ഡിഡ് യു ഡു യുവർ ബെസ്റ്റ്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്വന്തം ജീവിത ലക്ഷ്യങ്ങൾ നേടുവാൻ വേണ്ടി, നിങ്ങൾ ആഗ്രഹിച്ച വളർച്ചയ്ക്ക് വേണ്ടി, നിങ്ങൾ സ്വപ്നം കണ്ട സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾ പരിശ്രമിച്ചുവോ? എന്താണ് നിങ്ങളുടെ ഉത്തരമെന്ന് സത്യസന്ധമായി പറയാമോ? ഇല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ജിമ്മിയുടെയും ഉത്തരം സത്യസന്ധമായിരുന്നു. അദ്ദേഹം ഉത്തരം നൽകി നോ, ഇല്ല. അപ്പോൾ ഇന്റർവ്യൂ ചെയ്തയാൾ ആ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു: വൈ നോട്ട്? എന്തുകൊണ്ടില്ല? വൈ നോട്ട്? എന്തുകൊണ്ടില്ല എന്ന ആ ഇന്റർവ്യൂവിലെ രണ്ടാമത്തെ ചോദ്യം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ജിമ്മി പിന്നീട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ആ രണ്ടാമത്തെ ചോദ്യം കേട്ടപാടെ ജിമ്മി പ്രൊമോഷനോടെയുള്ള ജോലി തുടർച്ച വേണ്ടെന്ന് തീരുമാനിച്ച് ഇന്റർവ്യൂ അവസാനിപ്പിച്ച് മടങ്ങിപ്പോയി. വൈ നോട്ട് എന്ന ആ ചോദ്യം കേട്ടപാടെ ജിമ്മി പറഞ്ഞു: ഈ ചോദ്യത്തിന് നന്ദി സാർ, ബട്ട് സോറി സാർ, ഈ ജോലി തുടർച്ച വേണ്ടെന്ന് വെച്ച് ഞാൻ മടങ്ങിപ്പോകുന്നു. എന്തായിരിക്കണം ജിമ്മി ആ ജോലി വേണ്ടെന്ന് വെച്ച് മടങ്ങിപ്പോകാൻ കാരണം? തനിക്കുള്ള കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചാൽ വലിയ നേട്ടങ്ങൾ നേടാൻ തനിക്കാകുമെന്നും ഈ ചെറിയ ജോലിയിൽ ഒതുങ്ങേണ്ട ആളല്ല താനെന്നും ആ നിമിഷം ജിമ്മി തിരിച്ചറിഞ്ഞു. നിങ്ങളും ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഈ രണ്ട് ചോദ്യവും ആത്മാർത്ഥമായി അവനവനോട് ചോദിക്കണം. എന്റെ സ്വന്തം ജീവിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ, എന്റെ സ്വപ്നങ്ങളും സാമ്പത്തിക ലക്ഷ്യങ്ങളും ഞാൻ ആഗ്രഹിച്ച വളർച്ചയിലേക്ക് എത്തിക്കാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ പരിശ്രമിച്ചുവോ? ഇല്ല എന്നാണ് സ്വയം സത്യസന്ധമായി ലഭിക്കുന്ന ഉത്തരമെങ്കിൽ അടുത്ത ചോദ്യവും സ്വയം ചോദിക്കുക: വൈ നോട്ട്? എന്തുകൊണ്ടില്ല? ജീവിത വിജയവും സാമ്പത്തിക വളർച്ചയും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിത്യം വൈ നോട്ട് എന്ന ചോദ്യം മറക്കാതെ സ്വയം ചോദിക്കുന്നത് ഏത് ഉയരവും കീഴ്പ്പെടുത്താൻ സാധ്യമാക്കുമെന്നതിൽ തർക്കമില്ല. വൈ നോട്ട് എന്ന ആ ചോദ്യം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ആ ചോദ്യം കേട്ടപാടെ ഇന്റർവ്യൂ അവസാനിപ്പിച്ച് അമേരിക്കൻ നേവിയിലെ ആ ഉദ്യോഗം വേണ്ടെന്ന് വെച്ച് മടങ്ങിപ്പോയ ജിമ്മി ആരായി മാറിയെന്നറിയാമോ? അമേരിക്കൻ പ്രസിഡന്റായി മാറി. ജിമ്മി കാർട്ടർ. റിട്ടയേർഡ് നേവി ഉദ്യോഗസ്ഥൻ മാത്രമായി തീരുമാനിക്കുന്ന ജിമ്മിയെ അമേരിക്കൻ പ്രസിഡന്റായ ജിമ്മി കാർട്ടറാക്കി മാറ്റിയത് വൈ നോട്ട് എന്നൊരൊറ്റ ചോദ്യമാണ്. നിങ്ങളും വൈ നോട്ട് എന്ന ആ ചോദ്യം മറക്കാതിരിക്കുക. സ്വന്തം ജീവിത ലക്ഷ്യങ്ങളും സാമ്പത്തിക ലക്ഷ്യങ്ങളും നേടുന്നതിനായി നിങ്ങൾക്കുള്ള കഴിവുകൾ പരമാവധി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സ്വയം പരിശോധിച്ചുകൊണ്ടേയിരിക്കുക. ഏത് ജീവിത ലക്ഷ്യങ്ങളും നേടാൻ കഴിയും, ഉറപ്പ്. ഇത്തരം ചില മോട്ടിവേഷൻ സ്റ്റോറീസിന് പുറമെ ജീവിത ലക്ഷ്യങ്ങളും സാമ്പത്തിക ലക്ഷ്യങ്ങളും നേടുവാനായി മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന പല പവർഫുള്ളായ മാനസിക ശേഷികളും പ്രായോഗിക ടെക്നിക്കുകളും വ്യക്തമായി പ്രതിപാദിക്കുന്ന വീഡിയോകളും ഈ ചാനലിൽ നൽകുന്നുണ്ടാകും. അതിനാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.